എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ 13, 14 തീയതികളിലായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് hskap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അപ്ലൈഡ് ഡിസ്ട്രിക്റ്റ് എന്നിവ നൽകി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് കാണാം. അതാണ് ക്യാപ്ച എന്ന് പറയുന്നത്. അതുകൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ സെൻഡ് OTP ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നൽകാനുള്ള ആ ഒരു ബോക്സിൽ നിങ്ങൾ OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ തിരികെ റിക്കവർ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറിൽ നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പേജിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ ആ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ആ ഒരു പേജിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട പുതിയ പാസ്വേഡ് നൽകുകയും പാസ്വേഡ് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം അപ്ഡേറ്റ് നൽകി കഴിഞ്ഞാൽ അപ്ഡേറ്റ് ബട്ടൺ ഉണ്ട്. അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതിനുശേഷം ആ ഒരു പാസ്വേഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ യൂസർ നെയിം എന്നിവ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ MRS എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലയായിരുന്നു അപേക്ഷ നൽകുന്ന സമയത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ സ്കീം, രജിസ്റ്റർ നമ്പർ, ആ സ്കീം എന്ന് പറഞ്ഞാൽ ഈ വർഷം SSLC പാസ്സായവരാണെങ്കിൽ 2023, 24 എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മറ്റുള്ളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അതുപോലെ കൺഫേം മൊബൈൽ നമ്പർ, അതുപോലെ നിങ്ങൾ എങ്ങനെയാണോ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്, സ്വന്തമായിട്ടാണെങ്കിൽ സെൽഫ്, സ്കൂൾ വഴി ആണെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക്, മറ്റുള്ളവരുടെ സഹായത്തോടെയാണെങ്കിൽ അതർ എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ച കാണാൻ പറ്റും. ആ ഒരു ക്യാപ്ച കൂടി നൽകി, അത് ക്യാപ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പറാണ്, ആ ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻഡ് OTP ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു സെൻഡ് OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുകയും അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ തിരിച്ച് ലഭിക്കുന്നതും ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അത് ഈ ഒരു PDF-ൽ കറക്റ്റായിട്ട് ഓരോ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ജൂൺ 13 രാവിലെ 10 മണി മുതൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. കാൻഡിഡേറ്റ് ലോഗിനിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിലൂടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത പേജിൻ്റെ, അതായത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ പരിശോധിച്ച് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്നും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് വേണമെങ്കിൽ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും പ്രിൻ്റ് ഔട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ആദ്യ അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കുന്നവർ സ്ഥിര പ്രവേശനം നേടണം. മറ്റു ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാം. വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് അടക്കേണ്ടതില്ല. താൽക്കാലിക പ്രവേശനം നേടുന്നവർക്ക് ആവശ്യമെങ്കിൽ തിരഞ്ഞെടുത്ത ഏതാനും ഹയർ ഓപ്ഷൻസ് മാത്രമായി റദ്ദാക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിനുള്ള അപേക്ഷയും പ്രവേശനം നേടുന്ന സ്കൂളിലാണ് നൽകേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. ആദ്യ അലോട്ട്മെൻറ്റിൽ ഇടം നേടാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റുകൾക്കായി കാത്തിരിക്കുക. വിദ്യാർത്ഥികൾ തങ്ങൾ അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് ലിസ്റ്റ് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം നിർദ്ദിഷ്ട സമയത്ത് തന്നെ സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാവേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ഒന്നാമത്തെ പേജിൽ ഹാജരാക്കുന്ന രേഖകളുടെ വിവരങ്ങളും പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന രണ്ടാം ഭാഷയും രേഖപ്പെടുത്തി വിദ്യാർത്ഥികളും രക്ഷിതാവും ഒപ്പുവെച്ചിട്ടുണ്ടായിരിക്കണം. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, അതുപോലെ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് എന്നിവ അവകാശപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ബോർഡുകളിൽ നിന്നും ലഭ്യമാകാത്ത വിദ്യാർത്ഥികൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ് ഹാജരാക്കാൻ നിങ്ങൾക്ക് സമയം അനുവദിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനൽ ഹാജരാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ രക്ഷിതാവിനോടൊപ്പം വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് ഹാജരാവേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.